ബിഗ് ബോസ് വാർത്തകളും അനുമോളും അതേ കണക്ക് തന്നെ PR-ഉം കുറച്ച് കെട്ടടങ്ങിയ ഈ സമയത്ത് വേറൊരു വാർത്ത ഞാൻ ചെയ്യാതെ വിട്ടുപോയ ഒരു വാർത്തയാണ് PR-ഉം സമ്മർ മീഡിയ, രാജ് ടോക്സ്, അതുൽ ബ്ലോഗ്സ്. ഇവരുടെ 3 പേരുടെയും PR ഇഷ്യൂ ഒരിക്കൽ നമുക്ക് ചർച്ചയായതും ഒരു ചാനലുകാരൻ ഒരു നാറി വീഡിയോ ആയിട്ടിട്ട് നമ്മൾ കണ്ടതുമാണ്, ശ്രദ്ധിക്കപ്പെട്ടതുമാണ്. എന്തായാലും അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ എനിക്ക് നെഗടിച്ച കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിൽ എന്ന് വെച്ചാൽ ആ യൂട്യൂബർ പറഞ്ഞതിൽ ചെറിയ ചെറിയ കള്ളങ്ങളും അദ്ദേഹം വലിയ വലിയ കള്ളങ്ങളും ഞാൻ അതിനെപ്പറ്റിയും കൂടെ പറയാം. എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ആ യൂട്യൂബർ പറയുന്ന ആദ്യത്തെ കള്ളം സമ്മർ മീഡിയ. നമുക്ക് മീഡിയാസും യൂട്യൂബേഴ്സിനെ പറ്റി പറയാം, ബാക്കിയുള്ള കണക്കൊക്കെ അവിടെ കിടക്കട്ടെ, അതിനെപ്പറ്റി നമുക്ക് ഒരു വൃത്തിയായിട്ട് അറിഞ്ഞുകൂടാ. എനിക്ക് അറിയാനുള്ള ഈ സമ്മർ മീഡിയ, രാജ് ടോക്സ്, അതേ കണക്ക് തന്നെ അതുൽ ബ്ലോഗ്സ്, ഇവരെപ്പറ്റി നമുക്ക് പറയാം. സമ്മർ മീഡിയ 5 ലക്ഷം രൂപ മേടിച്ചു അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ എന്നാണ് ഈ യൂട്യൂബർ പറയുന്നത്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു ചാനലാണ് സമ്മർ മീഡിയ. ഈ ബിഗ് ബോസിൽ തന്നെ ഏറ്റവും കൂടുതൽ നിഷ്പക്ഷമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ള സമ്മർ മീഡിയയാണ്. ആരെയും സപ്പോർട്ട് ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല, ഒരാളിനെ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും കണ്ടിട്ടില്ല. എന്തായാലും അദ്ദേഹം ഇതിനെപ്പറ്റി റിയാക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. എവിടെയെല്ലാം പട്ടികൾ ബൗ ബൗ എന്ന് പറഞ്ഞ് കുരയ്ക്കും, അവിടെയെല്ലാം കല്ലെറിയാൻ ചെന്നിട്ടില്ല. ഈ അതുൽ ബ്ലോഗ്സിനെ കണക്ക് ഒരാളിനെ മാത്രം ഇത്രയും ടാർഗറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്ത ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ സമ്മർ മീഡിയ മാത്രമാണ്. എന്തായാലും അതിനെപ്പറ്റി പറഞ്ഞേക്കുന്ന 5 ലക്ഷം രൂപ കൊടുത്ത് PR വർക്ക് ചെയ്തു സമ്മർ മീഡിയ, അൽമോളുടെ PR ഏജൻസി എന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി ഒട്ടും വിശ്വസിക്കാത്ത കാര്യമാണ്. രണ്ടാമത്തെ കാര്യം രാജ് ടോക്സ് ആയാലും അദ്ദേഹത്തിൻ്റെതായ വ്യക്തി, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടസ്റ്റൻറ്റിന് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാം. കൂടാതെ തന്നെ നല്ല PR വർക്ക് ഒരു സപ്പോർട്ട് ചെയ്യുന്ന പരിപാടി അദ്ദേഹത്തിനില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുമ്പോൾ എല്ലാ സ്ഥലത്തും തെറ്റ് കണ്ടാൽ തെറ്റെന്നും നല്ലത് കണ്ടാൽ നല്ലതെന്നും പറയുന്ന ഒരു വ്യക്തിയാണ് രാജ് ടോക്സ്. എന്തായാലും അദ്ദേഹത്തിനെയും നമുക്കൊരു PR വർക്കായിട്ടൊന്നും കണക്കാക്കത്തില്ല. ഇതിപ്പം വന്ന് ഒരു പ്രേക്ഷകൻ വെളിയിൽ, ഇപ്പം അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രേക്ഷകൻ വെളിയിൽ വന്ന് അനുമോളെ സപ്പോർട്ട് ചെയ്താൽ പറയുമോ നീയും PR മേടിച്ചിട്ടല്ലേ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയുമോ? അങ്ങനെയും പറയുന്ന ഒരു അവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ട് പറയാം അതുൽ ബ്ലോഗ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വീഡിയോ കാണുന്ന ഒരു ചാനലാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോ വരുന്ന വീഡിയോസ് എല്ലാം ഞാൻ കാണുന്നതാണ്. അനുമോളെ ഓവറായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുൽ ബ്ലോഗ്സ്. PR എടുത്തെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, പക്ഷേ സപ്പോർട്ടിങ് ഇത്തിരി കൂടുതലായിപ്പോയി. അനുമോളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതേ കണക്ക് തന്നെ എന്തോ അത് റിയാക്ട് ചെയ്തതും ഇത്തിരി വീട്ടുകാരെ അമ്മയൊക്കെ വിളിക്കാതെ ഒന്ന് റിയാക്ട് ചെയ്യാമായിരുന്നു അതുൽ ബ്ലോഗ്സ്. പക്ഷേ കൂടുതൽ എനിക്ക് അത്തിരി ഇതായിട്ട് തോന്നില്ല ആ വീഡിയോ. പക്ഷേ അത് ഒന്ന് വെച്ചിരുന്നെങ്കിൽ അതുൽ ബ്ലോഗ്സ് റിയാക്ട് ചെയ്യുന്ന നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എന്തോ ആ റിയാക്ഷൻ അത്ര ശരിയായില്ല, അതെനിക്ക് എന്തോ കണക്ക് തോന്നി. അവരതങ്ങനെ പറഞ്ഞാൽ അവൻ്റെ വീട്ടുകാരെ പറയേണ്ട കാര്യമില്ലായിരുന്നു. അതേ കണക്ക് തന്നെ അവൻ്റെ പ്രത്യേകിച്ച് അവൻ്റെ അമ്മയും എൻ്റെ പെങ്ങളെയൊക്കെ പറ്റി പറയേണ്ട കാര്യമില്ലായിരുന്നു. അവർക്ക് ഒരു ഭാവിയുണ്ട്, ജീവിതമുണ്ട്. ഈ നാറി എന്തെങ്കിലും കാണിച്ചെന്നും പറഞ്ഞ് എന്തായാലും അതേ എനിക്കൊന്ന് പറയാനുള്ളൂ. പക്ഷേ അതുൽ ബ്ലോഗ്സ് ഭയങ്കരമായിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം, അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർ കാണുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തെപ്പറ്റി തോന്നിയത് കമൻറ്റ് രേഖപ്പെടുത്തുക. എന്തായാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ് വെച്ച് സമ്മർ മീഡിയ 5 ലക്ഷം, അത് രാജ് ടോക്സ് 2 ലക്ഷം, അതുൽ ബ്ലോഗ്സ് 50,000. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിക്കുന്നു. നന്ദി.